ലാസ്റ്റ് മന്ത് ഓഫീസിലൊരു പോട്ട്ലക്ക് പരിപാടി ഉണ്ടായിരുന്നേ. പോട്ട്ലക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരിക, ഫുഡ് ഐറ്റംസ്, എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കേർഡ് റൈസ് അതുപോലെ തന്നെ മഷ്റൂം പാസ്ത ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ്. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ഇഷ്ടമായി എന്ന് പറയാറുണ്ട്. അപ്പോൾ കൊണ്ടുപോയി ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ, അപ്പോൾ നല്ല അഭിപ്രായം കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് അതെടുത്തേ. പിന്നെ കേർഡ് റൈസ് വേണ്ട ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ കുറേ ആൾക്കാർ വേറെ വേറെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ പാസ്ത മഷ്റൂം തന്നെയാണ്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഇത്തിരി അടികട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാല, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം സവോള വളരെ കനം കുറച്ച് അരിഞ്ഞ് ഒന്ന് വഴട്ടിയിട്ട്, വാടൊന്നും വേണ്ട കേട്ടോ, ഭയങ്കരമായിട്ട് അതിലേക്ക് അരിയിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പ്, നാരങ്ങ നീര്, ഇതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് തിളപ്പിക്കാം വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഈസിയാണ്, പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അമ്മേനെ അന്വേഷിച്ച്. ഞങ്ങൾ ഫുഡിക്കുട്ടി ആയതുകൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഇതിലേക്ക് വേണ്ട കാഷ്യൂസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട കാഷ്യൂ അതുപോലെ തന്നെ കിസ്മിസും പിന്നെ മല്ലിയിലൊക്കെ അരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാസ്ത വേവിക്കാനായിട്ട്. ഇനി മഷ്റൂം ഇട്ടിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് മഷ്റൂം ഒന്നുകൂടി ഇങ്ങനെ നീളത്തിൽ വേണം അരിഞ്ഞാനായിട്ട്. ഇത് അരിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങനെയായിപ്പോയി. അപ്പോൾ നീളത്തിന് അരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് വഴന്ന് വരണേ. ഇത് വഴന്ന് വരുമ്പോൾ തന്നെ ഇതിലോട്ട് കുറേ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോഴേക്കും ഗീ റൈസായി കുക്കർ നിറഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറൊരു എടുത്തിട്ട് അതിലേക്ക് മാറ്റി വെച്ചു. ഗീ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതുപോലത്തെ എൽബോ പാസ്തയാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറ്റണം, ഒന്ന് നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകം എന്ന് പറയില്ലേ, ഏകദേശം അതുപോലെ ആവണം കേട്ടോ. ഫ്രൈ ആവണ്ട. അതുപോലെ പാസ്ത കുക്കായും തോന്നിയപ്പോൾ പാസ്തയുടെ വെള്ളം എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യണം നമ്മൾ. അപ്പോൾ എന്തായാലും പാസ്ത ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ് സെർവ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ചും ഒന്ന് കട്ടയായി പോവും. അപ്പോൾ പാസ്ത എപ്പോഴും ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണേ, അത് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ബട്ടർ കുറവായിരുന്നു, വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ ഉള്ള ബട്ടർ ഇട്ടിട്ട് പിന്നെ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ ശരിക്കും ഒരു കാര്യം മറന്നു പോയിട്ടോ, അത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വൈറ്റ് സോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ബട്ടർ കരിഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൈദ ഒരു സ്മെൽ ചേഞ്ചൊക്കെ വരും. ആ സമയത്ത് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ഞാൻ മരത്തവി കൊണ്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് സെറ്റാവാത്തതുകൊണ്ട് പിന്നെ ആ വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്രീമിയൊക്കെ ആയി വരുമ്പോൾ നമ്മളുടെ പാസ്ത ചേർക്കാം. ഇപ്പം സോസ് ഇത്തിരി കട്ടിയാണ്, ഇത്രയ്ക്ക് കട്ടിയാവണ്ട. ശരിക്കും കുറച്ചും കൂടി ഒന്ന് റണ്ണിങ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചാലാണ് അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാൻ സുഖമായിട്ട് കഴിക്കാൻ പറ്റും നമുക്ക്. പാസ്തയുടെ ഇടയിലേക്കും ഇങ്ങനെ സോസൊക്കെ കയറിയിട്ട് നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാം, പക്ഷേ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, ഇമ്പ്രസ് ചെയ്യാമല്ലോ. പിന്നെ പെപ്പർ ഇട്ടു. അതുപോലെ തന്നെ പാഴ്സലി ശരിക്കും ഫ്രഷ് ഹെർബ്സ് ഉണ്ടെന്ന് വെച്ചാൽ ബേസിലായാലും പാഴ്സലി ആയാലും അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര നല്ലതാണ്. പക്ഷേ എനിക്കിപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഡ്രൈഡ് പാഴ്സലിയാണ് വെച്ച് യൂസ് ചെയ്ത്. വലിയ കാര്യം ഉണ്ടായില്ല, ചെറിയൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഷ്റൂം സോട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്തു. ശരിക്കും ഇത്ര പണിയുള്ളൂ. ഇത് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ഓർമ്മ വന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഡിഷസ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഗാർലിക് ചേർക്കണം. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടോ സാധനമില്ല. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പാസ്തയിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കണേ അല്ലേ. അത് കഴിഞ്ഞ് ടേസ്റ്റിംഗ് സെഷനായിരുന്നു. നല്ല ഇഷ്ടമായി. എപ്പോഴും ഇങ്ങനെ ഇനിയും ചോദിച്ചു കഴിക്കും. അതിപ്പോൾ എന്തായാലും നന്നായി കഴിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. നമുക്ക് സന്തോഷമല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ആരായാലും സന്തോഷത്തോടുകൂടി കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഗീ റൈസിൽ കുറച്ചും കൂടിയും നെയ്യ് ചേർത്തു. ഞാൻ
സവോള സോട്ട് ചെയ്യുന്ന ആ ടൈമിലും കുറച്ച് നെയ്യ് ചേർക്കും കേട്ടോ. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ഗാർണിഷിനായിട്ട് കുറച്ച് കിസ്മിസും കാഷ്യും അതുപോലെ സവോളയൊക്കെ വറുത്തതിട്ടു. നെയ്ച്ചോറാകുമ്പോൾ ഇങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പാസ്ത കണ്ടോ കുറച്ചും കൂടി ഇങ്ങനെ സ്റ്റിക്കി ആയിപ്പോയി പാക്ക് ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടി ഒന്നും ഓവർ കുക്ക്ഡൊക്കെ ആയിപ്പോയി ശരിക്കും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത്രയേ ഉള്ളൂ.